മലയാളികളുടെ പ്രിയ താരമാണ് നവ്യ നായർ. നന്ദനം എന്ന സൂപ്പർ ഹിറ്റ് ചിത്രത്തിലൂടെ മലയാളികളുടെ പ്രിയ ബാലാമണിയായി മാറിയ താരം ഒരിടവേളയ്ക്ക് ശേഷം വെള്ളിത്തിരയിലേക്ക് തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്. എന്നും ഓർക്കാൻ പാകത്തിന് ശ്രദ്ധേയമായ ഒരുപിടി കഥാപാത്രങ്ങൾ നവ്യയ്ക്ക് കരിയറിൽ ലഭിച്ചിട്ടുണ്ട്. 2000ത്തിന്റെ തുടക്ക വർഷങ്ങളിൽ മലയാളത്തിൽ ഏറ്റവും തിരക്കേറിയ നടിമാരിൽ ഒരാളായിരുന്നു നവ്യ. വിവാഹത്തോടെ കരിയർ വിട്ട നടി വർഷങ്ങൾക്കിപ്പുറം സിനിമാ രംഗത്തേക്ക് തിരിച്ചെത്തി വീണ്ടും സജീവമായി. സമൂഹ മാധ്യമങ്ങളിൽ സജീവമായ താരം തന്റെ കുഞ്ഞു വലിയ വിശേഷങ്ങൾ ആരാധകരുമായി പങ്കുവെക്കാറുണ്ട്. അങ്ങനെ പങ്കുവെക്കുന്ന വിശേഷങ്ങൾ ആരാധകർ രണ്ട് കൈയും നീട്ടി സ്വീകരിക്കാറുമുണ്ട്. ഇപ്പോഴിതാ നടിയുടെ വൃന്ദാവനത്തിലേക്കുള്ള യാത്രയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. വിശേഷങ്ങൾ പങ്കുവെക്കുന്ന ഒരു വീഡിയോയിൽ നവ്യ നായർ പറയുന്നുണ്ട്, വൃന്ദാവനത്തിലേക്കുള്ള യാത്ര, അങ്ങോട്ടേക്കിനി കാറ് പോകില്ല, 30 രൂപയ്ക്ക് വരാമെന്ന് പറഞ്ഞു. ഹരികൃഷ്ണ എന്നു പേരുള്ള ഈ ചേട്ടൻ തിരക്കിട്ട് കയറുന്നതിനിടയിൽ ഞാൻ കരുതിയത് ഇലക്ട്രിക്കിൽ ഓടുന്ന ഈ തരം വാഹനമുണ്ട്, അതാവുമെന്നാണ്. ചവിട്ടുകയാണ് എന്നറിഞ്ഞപ്പോൾ കുറച്ചൊന്ന് പതറി. ഇറങ്ങാൻ പലതവണ നോക്കി. അപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ഇതെന്റെ ജോലിയാണ്, എനിക്ക് ജോലി തരൂ. അമ്പലം അടച്ചിരിക്കുന്നത് കൊണ്ട് എന്നെ ചുറ്റിക്കറക്കി യമുന നദി കാട്ടിത്തന്നു. വിശക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ അവിടെ ഏറ്റവും നല്ലത് എന്ന് അദ്ദേഹത്തിന് തോന്നിയ സ്ഥലത്ത് കഴിക്കാൻ കൊണ്ടുപോയി. കൂടെ കഴിക്കാൻ വിളിച്ചപ്പോൾ ഇവിടെ വളരെ വില കൂടുതലാണ്, പൈസ തന്നാൽ ഞാൻ പുറത്തുനിന്ന് കഴിച്ചോളാം എന്ന് പറഞ്ഞു. ഹോട്ടലിലേക്ക് കയറ്റാൻ തന്നെ സ്റ്റാഫിന് ചെറിയ വൈമുഖ്യം ഉണ്ടായിരുന്നു. നോ പറഞ്ഞാൽ ഞാൻ ചിലപ്പോ പൊയ്ക്കളയുമെന്ന് തോന്നിയിട്ടാവണം. അവർ മൗനം പാലിച്ചു. ഇഷ്ടമായോ എന്ന ചോദ്യത്തിന് അവസാനം നൽകിയ ആ ചിരിയും. പിന്നെ ഒരു വറ്റുപോലും ബാക്കി വെക്കാതെ വൃത്തിയായി കഴിച്ച പ്ലേറ്റും കണ്ടപ്പോൾ മനസ്സ് നിറഞ്ഞു. ഒരു വീഡിയോയ്ക്കൊപ്പമാണ് നവ്യ നായർ വൃന്ദാവനത്തിലേക്കുള്ള യാത്രയുടെ വിശേഷങ്ങളും യാത്രയിൽ പരിചയപ്പെട്ട ആ ചേട്ടനെ കുറിച്ചൊക്കെ പറയുന്നത്. അതേസമയം ഉത്തർപ്രദേശ് സംസ്ഥാനത്തിലെ മധുര ജില്ലയിലെ പ്രധാനപ്പെട്ട ഒരു പ്രദേശമാണ് വൃന്ദാവനം. ശ്രീകൃഷ്ണന്റെ ബാല്യകാലം ചിലവഴിച്ച സ്ഥലമാണ് വൃന്ദാവനം എന്നാണ് ഐതിഹ്യം. ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമായ മധുരയിൽ നിന്നും 16 കിലോമീറ്റർ അകലെയാണ് വൃന്ദാവനം സ്ഥിതി ചെയ്യുന്നത്. 100 കണക്കിന് ക്ഷേത്രങ്ങൾ വൃന്ദാവനത്തിലുണ്ട്. മിക്ക ക്ഷേത്രങ്ങളും രാധാകൃഷ്ണ ക്ഷേത്രങ്ങളാണ്. ഹിന്ദുമത വിശ്വാസങ്ങളുടെ പ്രധാന തീർത്ഥകേന്ദ്രമാണ് വൃന്ദാവനം. വൈഷ്ണവ വിശ്വാസവുമായി വൃന്ദാവനത്തിന് അഭേദ്യമായ ബന്ധമുണ്ട്. ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട നിരവധി ആഘോഷങ്ങൾ എല്ലാ വർഷവും ഇവിടെ നടക്കാറുണ്ട്. ഇത്തരം ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി നിരവധി ഭക്തന്മാർ ഇവിടെ എല്ലാ വർഷവും എത്തിച്ചേരാറുമുണ്ട്. അടുത്തിടെയായി നിരവധി സെലിബ്രിറ്റികളും സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർമാരും വൃന്ദാവൻ സന്ദർശിച്ച് വിശേഷങ്ങൾ വ്ലോഗായി സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നുമുണ്ട്.